പ്രിയമുള്ള മാതാപിതാക്കളെ, കുട്ടികളെ, ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. 5 വർഷമായിട്ട് നമ്മുടെ ഈ ഒരു നെയ്യാറ്റിൻകരയിൽ എഡ്യൂമേറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും മാത്രമല്ല, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ ഈ മേഖലയിലുള്ള കുട്ടികൾ എയിംസിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നല്ല എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അത് കേട്ടപ്പം വളരെ സന്തോഷം തോന്നി. സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ പരീക്ഷയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത്. അത് ഒരു മത്സര പരീക്ഷയുടെ പാറ്റേൺ ആണ്. പ്രത്യേകിച്ചും മത്സര പരീക്ഷയാകുമ്പം നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് അതിനെ നേരിടണം. അപ്പം പ്രത്യേകിച്ചും നമുക്ക് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഫോക്കസോടുകൂടി പഠിക്കേണ്ട കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ ഏരിയാസ് കാണും. അപ്പോൾ അതൊക്കെ ഇവിടെ ക്രാഷ് കോഴ്സിൻ്റെ സമയത്ത് അവർ വ്യക്തമായിട്ട് എടുത്തു പോകും. അപ്പോൾ ക്രാഷ് കോഴ്സ് ആകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കാണും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹോംവർക്കും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസൊക്കെ തരും. അപ്പം ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ 2 മാസക്കാലം വളരെ നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നു വിടുന്നുണ്ടോ നല്ല രീതിയിൽ ചെയ്യുക. കാരണം പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മക്കളുടെ പരീക്ഷകൾ നമ്മുടെ പരീക്ഷകളായിട്ട് കാണും, മക്കളുടെ മാർക്ക് നമ്മുടെ മാർക്കുകളായിട്ട് കാണും. അവരെ കഴിഞ്ഞും കൂടുതലൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നമുക്ക് കാണും. ഒരു പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ ടെൻഷൻ ചിലപ്പോൾ പേരൻസിനുണ്ടാവും. അപ്പോൾ നമ്മൾ അയ്യോ നീ പഠിച്ചോ, അല്ലെങ്കിൽ കുറച്ച് സമയം പഠനത്തിനിടയ്ക്ക് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും പഠിക്കുന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ അവരെയും കൂടി ടെൻഷൻ എടുപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. നമ്മൾ അവരെ ഒന്നൊന്ന് ചേർത്ത് നിർത്തി അവർക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഈസി അറ്റ്മോസ്ഫിയർ വീട്ടിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം പിന്നെ ഇന്നിവിടെ മെയിനായിട്ട് നമുക്ക് മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് കോഴ്സാണ്. അപ്പം നമുക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വേണം. അതുപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം പോരാ, നമുക്ക് അധ്യാപകർ വേണം, നമുക്ക് രാഷ്ട്രീയക്കാർ വേണം, നമുക്ക് സിവിൽ സർവൻസ് വേണം, നമുക്ക് കായിക മേഖലയിലുള്ള ആൾക്കാർ വേണം. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. പക്ഷേ നിങ്ങളിതിൽ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കണം. ഏതൊരു ജോലിയോടാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ബോറടിക്കാതെ, നിങ്ങൾക്ക് ക്രിബ് ചെയ്യാതെ ജീവിതകാലം മൊത്തം ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളൊരു ആലോചന നടത്തി ആ ഒരു കരിയർ മാപ്പിംഗ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇൻ കേസ് പ്രൊഫഷണൽ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ജോലിയിലേക്ക് എത്തി അവിടെ ചെന്ന് കഴിയുമ്പോഴേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ചേഞ്ച് യുവർ കരിയർ. ഏറ്റവും പ്രധാനം മാതാപിതാക്കളുടെ സപ്പോർട്ടാണ്. ഈ ഒരു 2 മാസക്കാലം നിങ്ങളും കുട്ടികളോടുകൂടി ചേർന്ന് നിൽക്കുക, അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുക. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ ഒരിക്കലും ഈ പരീക്ഷയിലുള്ള ജയപരാജയങ്ങൾ നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യരുത്, നിങ്ങളുടെ ജീവിതത്തെ ഡിറ്റർമൈൻ ചെയ്യരുത്. അത് വെച്ച് നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യരുത്, മാതാപിതാക്കൾ കുട്ടികളെ ജഡ്ജ് ചെയ്യരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ക്രാഷ് കോഴ്സിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ വർഷത്തെ ക്രാഷ് കോഴ്സ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.